ഒരു സ്റ്റീൽ ഡ്രമ്മിൽ മെഥനോൾ നിറച്ച് തീ കൊളുത്തിയാൽ അതൊരു റോക്കറ്റ് പോലും മുന്നോട്ട് കുതിക്കുമെന്ന് അവർ പറയുന്നു. അത് ശരിക്കും പ്രവർത്തിക്കുമോ എന്ന് പരീക്ഷിക്കാൻ അവർ ഒരു പൾസ് ജെറ്റ് റോക്കറ്റ് കാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഡ്രമ്മിനുള്ളിലെ മെഥനോൾ നീരാവിക്ക് തീ കൊളുത്തുമ്പോൾ അത് പിന്നിലേക്ക് ശക്തിയായി പുറത്തേക്ക് വരികയും മുന്നോട്ട് തള്ളാനുള്ള ശക്തി ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ഒരു ഓക്സിജൻ ടാങ്കിൽ നിന്നുള്ള മർദ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്പ്രേ ഗൺ ഇന്ധനവായു മിശ്രിതത്തെ പൾസ് ചെയ്യിക്കുകയും അങ്ങനെ അത് ആവർത്തിച്ച് ജ്വലിക്കുകയും തുടർച്ചയായ തള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു. റോക്കറ്റ് കാറും തറയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായി കാർലി സൈക്കിൾ ടയറുകൾ ഉപയോഗിച്ച് ഒരു ചേസിസ് നിർമ്മിച്ചു. അവൾ ഓയിൽ ഡ്രമ്മും നോസിലും സംയോജിപ്പിച്ചതോടെ ആകർഷകമായ രൂപമുള്ള ഒരു റോക്കറ്റ് കാർ തയ്യാറായി. തുടർന്ന് അവർ 15 ലിറ്റർ മെഥനോൾ ഡ്രമ്മിലേക്ക് ഒഴിച്ചു. തീ കൊളുത്തിയപ്പോൾ റോക്കറ്റ് കാർ തുടർച്ചയായി മുന്നോട്ട് നീങ്ങി. എന്നാൽ വേഗത ഒട്ടും സ്വീകാര്യമല്ലായിരുന്നു. നോസിൽ വലുതായതുകൊണ്ടാണ് വാതകം അതിലൂടെ നീങ്ങുമ്പോൾ പ്രവാഹത്തിന്റെ ഗതികൂർജ്ജം ഒരുപാട് പാഴായി പോകുന്നതെന്ന് ഗ്ലെൻ കരുതി. അതിനാൽ അവർ ചെറിയൊരു നോസിൽ ഉണ്ടാക്കിയെങ്കിലും വേഗതയിൽ വലിയ മാറ്റമുണ്ടായില്ല. മറ്റു വഴികളില്ലാതെ അവരൊരു ജെറ്റ് എഞ്ചിൻ വിദഗ്ധനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കാറിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഡ്രമ്മിന്റെ മുൻഭാഗത്ത് ഒറ്റവഴി വാൽവ് സ്ഥാപിച്ചതിനാൽ വാതകം പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാ പുറന്തള്ളലുകളും പിന്നിലൂടെ മാത്രം പുറത്തേക്ക് പോകാൻ നിർബന്ധിതമായി. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പൾസ് ജെറ്റ് സംവിധാനത്തിലായിരുന്നു. അവർ പൾസ് നിരക്ക് മിനിറ്റിൽ 5 തവണയിൽ നിന്ന് 80 തവണയായി വർദ്ധിപ്പിച്ചു. ഇത് തുടർച്ചയായ തള്ളൽ ഉറപ്പാക്കി. വളരെയധികം പരിഷ്കരിച്ച ഈ പൾസ് ജെറ്റ് റോക്കറ്റ് കാർ ഓടുന്നതിങ്ങനെയാണ്. അതിന് നല്ല ശബ്ദമുണ്ട്. എന്നാൽ അത് കുതിക്കുമ്പോൾ അതിശയകരമാം വിധം വേഗതയുള്ളതാണ്. അതിന്റെ പാത നിയന്ത്രിക്കാൻ അവർ പരീക്ഷണ ട്രാക്കിൽ സ്റ്റീൽ കേബിളുകൾ സ്ഥാപിച്ചു. അതിനാൽ പരീക്ഷണ സമയത്ത് കാർ അതിലൂടെ സഞ്ചരിക്കും. എല്ലാം തയ്യാറായപ്പോൾ കാർ ഒരു സൂപ്പർ കാറിന് സമാനമായ അലർച്ചയോടെ കുതിച്ചുയരുകയും ട്രാക്കിലൂടെ പാഞ്ഞുപോവുകയും ചെയ്തു. അതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 80 മൈൽ വരെ എത്തി.